മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ലോകത്തെവിടെയും കുടിയേറുക എന്നുള്ളതാണ്. ഒരു പ്രവാസി മനസ്സുള്ള ജനതയാണ് മലയാളി. അവിടെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന അവരുടെ വരുമാനം കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാന പിന്തുണയായി എല്ലാ കാലവും നിലകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ളതാണ്. അതിനാൽ ലോകത്ത് എവിടെ ഏതു ഭാഗത്തും ഉണ്ടാകുന്ന അക്രമങ്ങൾ, യുദ്ധങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള നിരവധിയായ പ്രവണതകളെല്ലാം കേരളത്തിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന വിഷയങ്ങളായിരിക്കും. മലയാളികളേറെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ. ഖത്തർ ഉൾപ്പെടെ ഇസ്രയേലിൻ്റെ കടന്നാക്രമണം, ബോംബാക്രമണം കേരളീയ ജനങ്ങൾ വലിയ ഞെട്ടലോടുകൂടിയാണ് ശ്രദ്ധിച്ചത്. ആക്രമണം അവസാനിക്കുന്നു എന്നുള്ളതല്ല, ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ വീണ്ടും തുടരും എന്നാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വതന്ത്ര പാലസ്തീൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുഎൻ തന്നെ അംഗീകരിച്ചതാണ്. അവരുടെ പ്രമേയത്തിൽ അംഗീകരിച്ച ഒരു കാര്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് യുഎൻഎയുടെ പ്രമേയം നടപ്പിലാക്കാൻ സാധിക്കാതിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ സമീപനം സത്യം പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പലസ്തീനോടൊപ്പം നിന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് ഇന്ത്യ എല്ലാറ്റിനും മൗനസമ്മതം നൽകുകയാണ്. ട്രംപിനോടുള്ള ഭയം കൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ. ഒരു രാജ്യത്തെ ആക്രമിക്കുക, അതിനുശേഷം അവ പിടിച്ചെടുക്കുക, ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ വിൽക്കും എന്നതാണ്. യുദ്ധം ചെയ്ത് കരഭൂമി പൂർണ്ണമായിട്ടും കൈയടക്കിയതിന് ശേഷം ആ ഭൂമിയെ വിൽക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അത് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരായി ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു രാജ്യമായ ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒപ്പം ചേർന്ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ലജ്ജാകരമായ അവസ്ഥ നമ്മുടെ രാജ്യവും ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കാൻ നമ്മുടെ നാട് മുന്നിട്ടിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യത്ത്.
അതാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർ അവരുടെ രചനയിലൂടെ അവരുടെ പ്രതികരണങ്ങളിലൂടെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പപ്പാട്ടൻ എഴുതിയിട്ടുള്ള കഥയും ഡോക്ടർ എം ലീലാവതിയുടെ പ്രതികരണവും ഏറ്റവും ശ്രദ്ധേയമായ സാമ്രാജ്യത്വ വിരുദ്ധ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. കുട്ടികളുടെ വിലാപം 65,000-ലധികം ആളുകളെയാണ് ഇതിനകം ഗാസയിൽ കൊലപ്പെടുത്തിയത്. കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊന്നൊടുക്കുന്നത്. അതുകൊണ്ടാണ് വംശഹത്യ എന്ന് പ്രത്യേകമായി അതിന് പേര് വന്നത്.